നമസ്കാരം സുഹൃത്തുക്കളെ, ക്യാച്ച് ചാറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ ചെന്നൈയിലെ പോണ്ടിച്ചേരിക്ക് അടുത്തുള്ള ഒരിടത്താണ്. ഒരു വലിയ വനം, അതിന് നടുക്കൂടെയുള്ള ഒരു യാത്രയിലാണ്. ഒപ്പം പ്രവീൺ എന്ന് പറയുന്ന ഒരു സുഹൃത്തു കൂടെയുണ്ട്. സത്യത്തിൽ തീർത്തും അപ്രതീക്ഷിതമായിട്ട് എത്തിപ്പെട്ടൊരു വനമേഖലയാണിത്. ഇങ്ങനെ വെറുതെ നടന്നു നീങ്ങിയപ്പോഴാണ് ഇവിടെ സദാന ഫോറസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫേമസ് ആയ ഇടം ഉണ്ടെന്ന് അറിഞ്ഞത്. അതായത് ഈ വനത്തിൻ്റെ അങ്ങേ അറ്റത്ത് കുറച്ച് ഫോറിനേഴ്സ് സ്റ്റേ ചെയ്യുന്നുണ്ട്. വെറൈറ്റി കുടിലുകളൊക്കെ കെട്ടി നമ്മുടെ ഇന്ത്യൻ സ്റ്റൈലിൽ നാച്ചുറൽ ഫുഡ്സ് മാത്രം കഴിച്ച് ജീവിക്കുന്ന കുറച്ച് ആളുകൾ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ ഇരുവശങ്ങളിൽ നിന്നും എന്തെങ്കിലും മൃഗങ്ങൾ വരുന്നുണ്ടോ എന്നൊക്കെയുള്ള ഭയം ഞങ്ങൾക്കുണ്ട്. എന്നിരുന്നാലും ഒരു ധൈര്യത്തിലങ്ങ് നടക്കുകയാണ്. അങ്ങ് വരേക്കും ഇതേപോലെ ചുവന്ന മൺപാതകളാണ്. ഈ വഴികളിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ വഴികളിലെ കാടുകളിൽ മൊത്തം നമ്മുടെ അക്കോഷ്യ മരങ്ങൾ, അതായത് മാഞ്ചിയ മരങ്ങൾ ഇവിടെ വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. അതിൻ്റെ പല ടൈപ്പിലുള്ള മരങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും. ഇവിടെ നിന്ന് അങ്ങോട്ട് അതെല്ലാം പടർന്നു കിടക്കുകയാണ്. ഞങ്ങൾ യാത്ര തുടരുന്നു. ഞങ്ങളങ്ങനെ മുന്നോട്ട് നടന്നു പോകുന്ന വഴിക്ക് ഇതാ ഒരു ചെറിയ അമ്പലം പോലെ കാണുന്നുണ്ട്. ഈ കാട്ടിനകത്ത് എങ്ങനെയാണ് അമ്പലം വന്നൊന്നും നമുക്കറിയില്ല. ഇതാണ് അമ്പലം എന്ന് പറയുന്നത്. ഒരു കൊച്ചൊരമ്പലമാണിത്. ഇതിനകത്ത് കുതിര, ആനയൊക്കെ വെച്ച് ചെറിയ ചെറിയ ശില്പങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമ്മൾ ഈ കേരളീയർ അരയാലിനെ ഈ ദൈവീകത കാണുന്നത് പോലെ തന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇവിടെ വേപ്പ് മരങ്ങൾക്ക് ഇവിടെ എല്ലാം ഒരു ദൈവീക ഭാവമുണ്ട്. എല്ലാ ഇടങ്ങളിലും നമുക്ക് അതും കാണാൻ കഴിയും. കണ്ടില്ലേ, ഇതൊരു വലിയ വേപ്പ് മരമാണ്. നമുക്ക് ഇവിടുത്തെ ഈ വനമേഖലയിൽ ഇതേപോലത്തെ വലിയ വേപ്പ് മരങ്ങൾ കാണാൻ കഴിയും. എന്തായാലും ഇതൊരു വലിയ അതിശയകരമായ കാഴ്ചയാണ്. സമയമില്ല, ഇവിടെ നിൽക്കാൻ സമയമില്ല. നമ്മൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് സദാന ഫോറസ്റ്റിലേക്ക് വീണ്ടും യാത്ര തിരിക്കാൻ പോവുകയാണ്. എന്തെങ്കിലും ഇഴജന്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ കടിക്കാതിരിക്കാനാണ് പോകുന്ന വഴിക്ക് കമ്പുമൊക്കെ ആയിട്ട് പുള്ളിക്കാരൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു ഏകദേശം ഇനി ഇവിടെ നിന്നൊരു 1 കിലോമീറ്ററോടെ നടക്കണമെന്ന് തോന്നുന്നു. ഈ വളവ് തിരിയുന്നിടത്ത് നമുക്കൊരു വണ്ടി കാണാൻ കഴിയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഏകദേശം അടുത്തെത്തിക്കഴിഞ്ഞു. ആശ്വാസമായത് വെൽക്കം ടു സദാന ഫോറസ്റ്റ് എന്ന് എഴുതി വെച്ചിരിക്കുന്നു. നമുക്ക് ഇവിടെ മനോഹരമായൊരു കുടില് കാണാൻ കഴിയുന്നുണ്ട്. ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞ ഇത് കെട്ടിയിരിക്കുന്ന ഫോറസ്റ്റിൽ താമസിച്ചിരിക്കുന്ന യൂറോപ്യൻസാണ്. മുളകളും ഓലയും കല്ലുകളും ഒക്കെ കൊണ്ട് ഒരു മനോഹരമായ കുടിൽ. ഇവിടം മുതൽ അങ്ങോട്ട് പോലീസുകാരും CCTV ഒക്കെ സദാ ജാഗരൂകരായിട്ടിരിക്കുകയാണ്. വീണ്ടും ഞങ്ങൾ സഞ്ചരിക്കുകയാണ്. ജീവിതത്തിൻ്റെ തിക്കിലും തിരക്കിലും ഒക്കെ പെട്ട് നമ്മളിങ്ങനെ വർക്കും കുടുംബവും ഒക്കെ ആയിട്ട് സഞ്ചരിച്ച് നടക്കുമ്പോൾ നമുക്ക് നമ്മളെ അറിയാൻ പലപ്പോഴും കഴിയണമെന്നില്ല. നമുക്ക് ചുറ്റുമുള്ളതിൻ്റെ വിശാലതയെ പലപ്പോഴും നമുക്ക് അറിയാൻ കഴിയണമെന്നില്ല. ഇത്തരത്തിലുള്ള യാത്രകൾ, അതിൻ്റെ ഏകാന്തതകളൊക്കെ നമുക്ക് ജീവിതത്തിൻ്റെ മറ്റ് ചില വശങ്ങൾ കൂടെ കാണിച്ചു തരുന്നുണ്ട്. ഇവിടെ വീണ്ടും ഒരു ബോർഡ് കാണുന്നു. നമുക്ക് തമിഴ് വായിക്കാത്തതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചില്ല. വീണ്ടും സഞ്ചാരം തുടരുകയാണ്. ഇതുവരെയൊക്കെ ഇവിടെ ഒറ്റ വഴിയായിരുന്നത്. ഇതിപ്പോൾ 2 വഴി വന്നിട്ടുണ്ട്. വരുന്നവർക്കും വഴി തെറ്റായിരിക്കാൻ ശ്രദ്ധിക്കുക. ഈ വഴിയെ നമുക്ക് പോകാം. വീണ്ടും ഒരു കുടിൽ വിദൂരതയിൽ ഇങ്ങനെ കാണുന്നുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. മൊബൈൽ നന്നേ ജെർക്കാവുന്നുണ്ട് കേട്ടോ. ക്ഷമിക്കുക, യാത്രയുടെ ചില അവശത കൊണ്ടാണ്. പിന്നെ ചെറിയ പേടിയുണ്ട്. ഇവിടെ സദാന ഫോറസ്റ്റ് എന്നൊരു തെളിഞ്ഞ ബോർഡ് കാണുന്നു. ഇവിടെ ഒരു കുടിൽ കാണുന്നു, മനോഹരമായൊരു കുടിൽ. CCTV മുകളിലുള്ളതുകൊണ്ട് നമ്മളിവിടെ അധികം നിൽക്കുന്നില്ല. എന്തെങ്കിലും പുലിവാലായി കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ തൂങ്ങാൻ വയ്യാത്തതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഇവിടെ നിന്ന് പിരിയുകയാണ്. കുറച്ചുകൂടി വീണ്ടും നടന്നപ്പോൾ വിദൂരതയിലൊരു കുടിൽ കാണുന്നുണ്ട്. എന്തായാലും നമുക്ക് ഈ കുടിലിനകത്ത് കയറിയിട്ട് അതിൻ്റെ നിർമ്മാണ രീതിയൊക്കെ ഒന്ന് നോക്കിയിട്ട് സദാന ഫോറസ്റ്റിലേക്ക് യാത്ര തിരിക്കാം. വലിയ കല്ലുകൾ കൊണ്ട് തൂണുകൾ നാട്ടിയിരിക്കുന്നു. മുകളിൽ മനോഹരമായിട്ട് ഓല മേഞ്ഞിരിക്കുന്നു. അകത്തേക്ക് കയറുമ്പോൾ ഒരു വളരെ കൂളിംഗ് ആയിട്ടുള്ളൊരു ഫീലിങ്സാണ് നമുക്ക് കിട്ടുന്നത്. ഒരു പഴമയിലേക്ക്, നമ്മുടെ സ്വത്വത്തിലേക്ക് തിരിച്ചു പോയൊരു ഫീലിങ്സ്. മുകളിൽ ഇതേപോലെ നല്ല കല്ലമുളകളിട്ട് പാകി അതിൽ കയറ് വിരിച്ചിട്ട് നമ്മൾ അടയ്ക്കാമരം കമുകെന്നൊക്കെ പറയുന്ന അതിൻ്റെ അലകൾ ഇതേപോലെ ചീകി നിരപ്പാക്കി കെട്ടിയിരിക്കുകയാണ്. വളരെ മനോഹരം. വാക്കുകൾക്കപ്പുറത്തേക്ക് നമ്മളിതൊക്കെ വന്ന് അനുഭവിക്കേണ്ട കാര്യങ്ങളാണെന്നാണ് പറയാനുള്ളത്. ഈ താഴത്തെ ഈ ഷെൽട്ടർ മാത്രമല്ല ഉള്ളത്. മുകളിലേക്ക് കയറാനായിട്ട് ഇതേപോലെ മുള കൊണ്ടൊരു സ്റ്റെയർ അവരുണ്ടാക്കി വെച്ചിട്ട് കണ്ടില്ലേ, എന്ത് മനോഹരമായിരിക്കുന്നു. മുകളിൽ ഡോറുണ്ട്. നമുക്ക് അതിനകത്ത് വേണമെങ്കിൽ കയറാവുന്നതാണ്. എന്തായാലും നമുക്കിനി ഇവിടെ നിൽക്കാൻ സമയമില്ല. വീണ്ടും യാത്ര ഇരിക്കാം. ഒരു കാറ് കാണാൻ കഴിയുന്നുണ്ട്. അതായത് നമ്മൾ സദാന ഫോറസ്റ്റിൻ്റെ ഫ്രണ്ട് ഏരിയയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് സദാന ഫോറസ്റ്റിൻ്റെ ഫ്രണ്ട് ഏരിയ. നമുക്ക് അകത്തേക്ക് കയറി നോക്കാം. ഈ കാണുന്ന 2 കല്ലുവാതിലുകൾക്കകത്തു കൂടിയാണ് സദാന ഫോറസ്റ്റിനകത്തേക്ക് കയറുന്നത്. ഇതാണ് അകത്തേക്കുള്ള വഴി. മരങ്ങൾ നന്നേ തിങ്ങി നിൽക്കുന്ന ചെറിയ ഊടുവഴിയുള്ള ഇടം. ഞങ്ങൾ നടക്കുകയാണ് അകത്തേക്ക്. ഇത് ഈ ഫോറസ്റ്റിനകമാണ്. മൊത്തത്തിലൊന്ന് ഓടിച്ച് കാണിച്ചു തരാം.
വീണ്ടും മുന്നോട്ട് നടക്കുകയാണ്. മുന്നോട്ട് നടക്കുമ്പോൾ ഈ ഉൾക്കാടിനകത്ത് കുറച്ചേറെ കുഞ്ഞു കുടിലുകളും ചില കൗശല വസ്തുക്കളും ഒക്കെ കാണാൻ കഴിയും. ഇതാണ് ഇതിൻ്റെ ഒരു മെയിൻ കുടിൽ, അതായത് മെയിൻ ഒരു എൻട്രൻസ് എന്ന് പറയുന്നത്. കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ ഒരു മെയിൻ റൂം എന്ന് പറയുന്നത്. നല്ല മുളകളൊക്കെ പാകി മുകളിൽ നല്ല ഓലയൊക്കെ ഇട്ട് വിരിച്ച് ഇതിനകം വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. പ്രകൃതിയോട് ഇണങ്ങി എങ്ങനെ ജീവിക്കാം, എന്തുതരം ഭക്ഷണങ്ങൾ നമുക്ക് പ്രകൃതിയോട് ഇണങ്ങി കഴിക്കാം, എങ്ങനെ ഈ ജീവിതത്തെ പ്രകൃതിയോട് ഇണങ്ങി ആസ്വാദകരമായി തീർക്കാം എന്നൊക്കെയാണ് ഈ ഫോറിൻ വനിത ഇതിനകത്ത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്തിരിക്കുന്നതിൻ്റെ ഫീലിങ്സ് ഒരിക്കലും വാക്കുകൾ കൊണ്ട് പറയാൻ കഴിയില്ല. നിങ്ങളിവിടെ എത്തണം, ഇത് അനുഭവിക്കണം, എങ്കിലേ അത് കംപ്ലീറ്റ്നെസ്സിൽ എത്തുകയുള്ളൂ. അതായത് കണ്ടില്ലേ, ഇവിടെ എല്ലാം നമ്മുടെ അടയ്ക്കാമരത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ കമുകിൻ്റെ ആ ഒരു ചീടുകൾ ഉപയോഗിച്ച് വളരെ മനോഹരമായിട്ട് പാകിയെടുത്തിരിക്കുകയാണ്. ഇവിടെയാണ് നിൽക്കുന്ന മെയിൻ പ്രതലം എന്ന് പറയുന്നത്. ഒരുപാട് ചിത്രങ്ങളും മറ്റും ഇവിടെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. ആ ചിത്രങ്ങളിലൊക്കെ യൂറോപ്യൻസ് ഇവിടെ വന്നതും ഇവിടെ 10-15 വർഷങ്ങളായിട്ട് ഇവിടെ ഒരു പ്രത്യേകതരം ജീവിതശൈലി കാത്തു സൂക്ഷിച്ചുകൊണ്ട് പോകുന്നതിൻ്റെയൊക്കെ സ്റ്റോറികളാണ് ഈ ചിത്രങ്ങൾ കൂടി വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇരിക്കാനുള്ള ഇടങ്ങൾ, കഴിക്കാനുള്ള ഭക്ഷണങ്ങൾ എല്ലാം പഴമയിൽ നിറഞ്ഞാണ്. എന്തിനു പറയണം, ഇതിനകത്തുള്ള ടോയ്ലറ്റ് വരെ നാച്ചുറൽ ആയിട്ടുള്ളൊരു സെറ്റപ്പിലാണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇവിടെ കാണാനായിട്ട് ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ നമുക്ക് എല്ലായിടവും പോയി കാണാൻ കഴിയില്ല. ജസ്റ്റ് നമ്മൾ ഒരു ഡേക്ക് ഇവിടെ വന്നുകൊണ്ട് മാത്രം. ഇവിടെ പൈസ കൊടുത്തിട്ട് 4 ഡേ എങ്കിലും മിനിമം താമസിക്കണമെന്നാണ് ഇവരുടെ റൂള്. ഒടുവിൽ ഇവിടുത്തെ കാഴ്ചകൾ കണ്ട് അവസാനിപ്പിച്ച് ഞാനൊരു കോഫി ചോദിച്ചപ്പോൾ അവരെനിക്ക് തുളസേരി ഇട്ടൊരു വെള്ളം തന്നു, ചൂടുവെള്ളം. ഒടുവിൽ ഇവിടെ വന്നു പോയവരുടെ അനുഭവങ്ങളൊക്കെ എഴുതിയൊരു ഡയറി കുറിപ്പ് ഞാനിങ്ങനെ മെല്ലെ മറിച്ച് നോക്കി. ആ ഡയറിയിൽ ഒരു മലയാളി ഇങ്ങനെ കുറിച്ചിരിക്കുന്നു: ഇവിടം പൊളിയാണ്. സോ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഇനിയും പുതിയ വീഡിയോകളുമായി കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.